വൃന്ദാവനത്തെക്കുറിച്ചായിരുന്നു അടുത്ത വീഡിയോ ഇടണം എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആഷാഢ ഏകാദശി വരുന്നുണ്ടല്ലോ, 25-ാം തീയതി ജൂലൈ മാസം. അതുകൊണ്ട് ഭഗവാൻ പാണ്ഡുരംഗനെ കുറിച്ച് 2 വാക്കുകൾ പറയാം എന്ന് തീരുമാനിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടത്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം അവധിക്കാലത്ത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ മുംബൈയിലേക്ക് പോയിരുന്നു. ആ യാത്രയ്ക്കിടയിലാണ് പണ്ഡരിപുര ക്ഷേത്രത്തിൽ പോകാനും പാണ്ഡുരംഗ വിഠലനെ കാണാനും സാധിച്ചത്. അന്ന് ഞാൻ ഒരു സാധാരണ സ്കൂൾ വിദ്യാർത്ഥിനി മാത്രമായിരുന്നു. എൻ്റെ ജീവിതത്തിനായി ഭഗവാൻ എന്തൊക്കെയാണ് കരുതി വച്ചിരിക്കുന്നതെന്ന് ഒട്ടും അറിയാത്തൊരു കുട്ടി. പാണ്ഡുരംഗൻ എന്ന പേര് കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ സത്യം പറഞ്ഞാൽ പാണ്ഡുരംഗൻ ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരഭംഗം പോലും എനിക്ക് പാടാൻ അറിയില്ലായിരുന്നു. അതുമാത്രമല്ല, ആദ്യം പാണ്ഡുരംഗൻ എന്ന പേര് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചത് എന്തൊരു തമാശ പേരാണിതെന്ന്. അത്രമേൽ അജ്ഞാനിയായിരുന്നു ഞാൻ. അന്ന് ഞാൻ ദർശനം നടത്തി തിരിച്ചു പോന്നു. പക്ഷേ ആ ഒരു ദർശനം എൻ്റെ ജീവിതത്തെ നിശബ്ദമായി മാറ്റിമറിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇന്ന് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സേവനങ്ങൾ, ഭജനകൾ പാടാൻ കഴിയുന്നതും, ശ്രീമദ് ഭാഗവതം സപ്താഹം പ്രവചിക്കാൻ കഴിഞ്ഞതും, ഹരികഥ ചെയ്യാൻ കഴിയുന്നതും, മഹാരാഷ്ട്രയുടെ അമൂല്യമായ അഭംഗങ്ങൾ പഠിക്കാനും ആലപിക്കാനും കഴിയുന്നതും, കർണാടക സംഗീതത്തിലുള്ള കൃതികൾ പാടാൻ കഴിയുന്നതും, ഇതെല്ലാം പാണ്ഡുരംഗൻ 13 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കടാക്ഷിച്ചത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്ന് വീണ്ടും ആ തിരുവടികളിൽ തലചായ്ക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. എൻ്റെ കണ്ണീർ എനിക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അത് ഒരു വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ ആയിരുന്നില്ല. കാലങ്ങൾക്ക് ശേഷം സ്വന്തം ആത്മബന്ധുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചെത്തിയതുപോലെ, സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയതുപോലെയായിരുന്നു. എല്ലാമെല്ലാമായ എൻ്റെ പ്രഭുവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത് പോലെയായിരുന്നു. എന്നാൽ ഇങ്ങനെയൊരു അനുഭവം എനിക്ക് മാത്രമല്ല, എല്ലാ വർഷവും ആഷാഢ ഏകാദശി വരുമ്പോൾ ലക്ഷക്കണക്കിന് ഭക്തർ ദിവസങ്ങളോളം, ചിലർ ആഴ്ചകളോളം നടന്നാണ് പണ്ഡരീപുരത്തിലെത്തുന്നത്. അവരുടെ നാക്കിൽ ഒരേ ഒരു നാമം മാത്രം: വിഠല 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 വിഠല. ഇങ്ങനെ ഭഗവാന്റെ നാമസങ്കീർത്തനം പാടിക്കൊണ്ട് ചിലർ ആഴ്ചകളോളം സ്വന്തം വീട് വിട്ട് യാത്ര ചെയ്യുന്നു. ചിലർ 100 കണക്കിന് കിലോമീറ്ററുകൾ കാലിൽ ചെരുപ്പ് പോലും ധരിക്കാതെ നടക്കുന്നു. അവരിൽ ചെറുപ്പക്കാരുണ്ട്, വൃദ്ധരുണ്ട്. എന്നാൽ എല്ലാവരുടെ ഹൃദയത്തിൽ ഒരേ ഒരു ആഗ്രഹം മാത്രം: എൻ്റെ പാണ്ഡുരംഗനെ ഒന്ന് കണ്ടാൽ മതി. പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലർക്കും വിഠല പാണ്ഡുരംഗൻ എന്ന നാമം ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ആരാണ് ഈ പാണ്ഡുരംഗൻ? എങ്ങനെയാണ് വിഠലൻ പണ്ഡരീപുരത്തിലെത്തിയത്? എന്തുകൊണ്ടാണ് ഇന്നും ഒരു ഇഷ്ടികയുടെ മുകളിൽ ഈ ദൈവം നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഇദ്ദേഹം 2 കൈകളും ഇടുപ്പത്തിൽ വെച്ചിരിക്കുന്നത്? വരൂ, നമുക്ക് 5000 വർഷങ്ങൾ പിന്നിലേക്ക്, പുരാണ കാലഘട്ടമായ ദ്വാപര യുഗാന്ത്യത്തിലേക്ക് സഞ്ചരിക്കാം. വിഠല പാണ്ഡുരംഗൻ്റെ ആ മനോഹരമായ കഥയിലേക്ക്. ഒരിക്കൽ ഒരു ദിവസം ദ്രാവിഡ ദേശത്ത് പുണ്ടലീകൻ എന്ന ഒരു ഭക്തനുണ്ടായിരുന്നു. പുണ്ടരീകൻ ഒരു മഹാത്മാവിൻ്റെ പ്രഭാഷണം കേൾക്കാനിടയായി. ആ മഹാത്മാവ് കാശിയുടെ മഹിമയെക്കുറിച്ച് അതിമനോഹരമായി വിവരിച്ചു. പാപങ്ങളെ കഴുകിക്കളയുന്ന വിശുദ്ധ ഗംഗ, കാശി വിശ്വനാഥൻ്റെ അനന്തമായ കൃപ, അവിടെ തീർത്ഥയാത്ര ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന അപാരമായ പുണ്യം. ആ വാക്കുകൾ കേട്ടപ്പോൾ പുണ്ടരീകന്റെ മനസ്സിൽ ഒരു ശക്തമായ ആഗ്രഹം ഉദിച്ചു: ഞാനും കാശിയിലേക്ക് പോകണം. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവൻ്റെ അച്ഛനും അമ്മയ്ക്കും വളരെ പ്രായമായിരുന്നു. ഇരുവർക്കും കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. അവനില്ലാതെ ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു. അതോടൊപ്പം ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. അതിനാൽ സ്വന്തം ആഗ്രഹം മാത്രം നോക്കി തീരുമാനമെടുക്കാൻ അവൻ തയ്യാറായില്ല. ആദ്യം അവൻ എല്ലാവരുടെയും സമ്മതം ചോദിച്ചു. അപ്പോൾ മാതാപിതാക്കൾ സ്നേഹത്തോടെ പറഞ്ഞു: കാശി ഇത്രയും പുണ്യമുള്ള സ്ഥലമാണെങ്കിൽ ഞങ്ങൾക്കും വരണം.
നീ മാത്രം പോയാൽ ഞങ്ങൾ ഇവിടെ എങ്ങനെ ഇരിക്കും? ഭാര്യയ്ക്കും പോകണമെന്നുണ്ടായിരുന്നു. മക്കളും സ്വാഭാവികമായും കൂടെ പുറപ്പെട്ടു. അങ്ങനെ മുഴുവൻ കുടുംബവും കാശി യാത്ര ആരംഭിച്ചു. ഇന്നത്തെ പോലെ ട്രെയിനുകളോ ബസ്സുകളോ കാറുകളോ ഒന്നുമില്ലാതിരുന്ന കാലമായിരുന്നു അത്. ഓരോ ചുവടും നടന്നു തന്നെയായിരുന്നു യാത്ര. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. യാത്ര നീണ്ടുകൊണ്ടിരിക്കെ അതിൻ്റെ കാഠിന്യവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. പ്രായമായ മാതാപിതാക്കൾക്ക് നടക്കാൻ പോലും പ്രയാസമായി. ഒരു ദിവസം അമ്മ ക്ഷീണിച്ചു നിന്നുപോയി. മോനെ, എനിക്കിനി നടക്കാൻ കഴിയുന്നില്ല. പുണ്ടലീകൻ അമ്മയെ തോളിലേറ്റി. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അച്ഛനും ക്ഷീണിച്ചു. അപ്പോൾ അമ്മയെ സാവധാനം താഴെയിറക്കി അച്ഛനെ തോളിലേറ്റി നടന്നു. ചിലപ്പോൾ മക്കൾ അവൻ്റെ ചുമടിൽ കയറിയിരുന്നു. ഭാര്യയും ക്ഷീണിച്ച് വിശ്രമിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും അവൻ പരാതിപ്പെട്ടില്ല, മുഖം ചൊളിച്ചില്ല. ക്ഷമയോടെ സ്നേഹത്തോടെ കുടുംബത്തിലെ ഓരോരുത്തരെയും ശുശ്രൂഷിച്ചുകൊണ്ട് അവൻ തൻ്റെ യാത്ര തുടർന്നു. അങ്ങനെ നടന്ന് 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 മഹാരാഷ്ട്രയിൽ ചന്ദ്രഭാഗ നദീതീരത്ത് ഇന്നത്തെ പണ്ഡരി ക്ഷേത്രമുള്ളിടം എത്തിയപ്പോൾ മാതാപിതാക്കളുടെ ആരോഗ്യനില വളരെ മോശമായി. അത് കണ്ട് പുണ്ടലീകൻ കുറച്ചു ദിവസം വിശ്രമിക്കാമെന്ന് തീരുമാനിച്ചു. പുണ്യനദിയായ ചന്ദ്രഭാഗയുടെ തീരത്ത് അവൻ ഒരു ചെറിയ കുടിൽ നിർമ്മിച്ചു. ഒരു ദിവസം രാവിലെ നദിയിൽ നിന്ന് വെള്ളമെടുക്കാൻ പോയപ്പോൾ അടുത്തായി ഒരു മഹർഷിയുടെ ആശ്രമം അവൻ കണ്ടു. അത് മഹാതപസ്വിയായ കുക്കുട മഹർഷിയുടെ ആശ്രമമായിരുന്നു. സന്യാസിമാരോട് എന്നും ആദരവുള്ള പുണ്ടരീകൻ ഉടൻ തന്നെ അദ്ദേഹത്തെ പ്രണമിച്ചു. മഹർഷി സ്നേഹത്തോട് ചോദിച്ചു, ആരാണ് മകനെ നീ? എങ്ങോട്ടാണ് ഈ യാത്ര? പുണ്ടലീകൻ എല്ലാം വിശദമായി പറഞ്ഞു. കാശിയിലേക്ക് പോകാനുള്ള തൻ്റെ ആഗ്രഹവും കാഴ്ചയില്ലാത്ത പ്രായമായ മാതാപിതാക്കൾ, ഭാര്യയും മക്കളും അവരോടൊപ്പമുള്ള ഈ ദീർഘമായ തീർത്ഥയാത്ര എല്ലാം. മഹർഷി ശാന്തമായി ആ ചെറിയ കുടിലിലേക്ക് നോക്കി. അവിടെ നിസ്സഹായരായി ഇരിക്കുന്ന ആ വൃദ്ധ ദമ്പതികളെ അദ്ദേഹം കണ്ടു. വീണ്ടും പുണ്ടലീകനോട് നോക്കി ചോദിച്ചു, മകനെ, എന്തിനാണ് ഇവരെ ഇത്രയും കഷ്ടപ്പെടുത്തുന്നത്? പുണ്ടലീകന് അത്ഭുതമായി. മഹർഷേ, കാശിയല്ലേ ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ തീർത്ഥസ്ഥലം? അവിടെ ചെന്നാലല്ലേ ജന്മസാഫല്യമുണ്ടാകുക? മഹർഷി പുഞ്ചിരിച്ചു. അതെ, പക്ഷെ ഒരു കാര്യം പറയൂ, ഒരു തീർത്ഥയാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? പുണ്ടലീകൻ ഉടൻ മറുപടി പറഞ്ഞു, ഭഗവാന്റെ അനുഗ്രഹം നേടുക. ശരിയാണ്, മഹർഷി പറഞ്ഞു. അപ്പോൾ ഇതും മനസ്സിലാക്കുക, കാശിയിൽ നീ തേടിപ്പോകുന്ന അതേ ഭഗവാൻ നിന്റെ സ്വന്തം വീട്ടിൽ തന്നെയുണ്ട്. പുണ്ടലീകന് ഒന്നും മനസ്സിലായില്ല. മഹർഷി തുടർന്നു, നിന്റെ മാതാപിതാക്കൾ തന്നെയാണ് നിന്റെ ആദ്യ ദൈവങ്ങൾ. ഈ ശരീരം നിനക്ക് തന്നത് അവർ. നീ നടക്കാൻ പഠിക്കുന്നതിന് മുമ്പ്, സംസാരിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് നിന്നെ വളർത്തിയതും അവർ തന്നെയാണ്. ഇന്ന് അവർ നിസ്സഹായരാണ്. ഇതാണ് നിനക്ക് ഭഗവാനെ സേവിക്കാനുള്ള ഏറ്റവും വലിയ അവസരം. മാതാപിതാക്കളെ നിസ്വാർത്ഥമായി സേവിക്കുന്നതിനേക്കാൾ വലിയ തീർത്ഥയാത്ര മറ്റൊന്നുമില്ല. നാരായണനെ സേവിക്കുന്നത് പോലെ അവരെ സേവിച്ചാൽ മതി. അപ്പോൾ ഭഗവാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കും. അദ്ദേഹം സ്വയം നിന്നെ കാണാൻ വന്നു നിൽക്കും. ആ വാക്കുകൾ പുണ്ടലീകന്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് തുളച്ചു കയറി. സാധുശീലനായ പുണ്ടരീകൻ ഒരൊറ്റ ചോദ്യം പോലും ചോദിക്കാതെ തൻ്റെ കുടിലിലേക്ക് മടങ്ങി. ആ ദിവസം മുതൽ പുണ്ടലീകന്റെ ജീവിതം പൂർണ്ണമായും മാറി. ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പ് അവൻ ഉണരും. ആദ്യം ചെയ്യുന്നത് മാതാപിതാക്കളെ ശുശ്രൂഷിക്കലായിരുന്നു. അവരെ സാവധാനം എഴുന്നേൽപ്പിക്കും. കാഴ്ചയില്ലാത്തതുകൊണ്ട് പിടിച്ചു പുറത്തേക്ക് നടത്തിക്കും, കുളിപ്പിക്കും, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിക്കും, സ്വന്തം കൈകൊണ്ട് ഭക്ഷണം പാകം ചെയ്യും, സ്നേഹത്തോടെ അവരെ ഊട്ടും. ഭക്ഷണത്തിന് ശേഷം ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കും. വിശ്രമിക്കണമെന്ന് തോന്നിയാൽ കിടക്ക ഒരുക്കി കൊടുക്കും. ഉറങ്ങാൻ കിടക്കുമ്പോൾ അവരുടെ ക്ഷീണിച്ച കാലുകൾ സ്വന്തം കൈകൊണ്ട് മൃദുവായി തിരുമ്മിക്കൊടുക്കും. ലോകത്തിൻ്റെ കണ്ണിൽ അവർ വെറും 2 വൃദ്ധരായ അന്ധരായിരുന്നു. പക്ഷേ പുണ്ടലീകന്റെ കണ്ണിൽ അവർ തന്നെയായിരുന്നു സാക്ഷാൽ ശ്രീമൻ നാരായണനും മഹാലക്ഷ്മിയും. അവരെ സേവ ചെയ്യുന്നതായിരുന്നു അവൻ്റെ പൂജ. അവൻ്റെ വീട് ക്ഷേത്രമായി മാറി. മാതാപിതാക്കൾ പ്രതിഷ്ഠിച്ച ദൈവങ്ങളായി മാറി. അവർക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ ചെറിയ സേവനവും സകല ദേവതാസ്വരൂപനായ ഭഗവാന്റെ തിരുവടികളിൽ സമർപ്പിക്കുന്ന ഒരു പുഷ്പാർച്ചനയായി മാറി. ഇങ്ങനെ ഒരു ഭാഗത്ത് തുടർന്നിരിക്കെ ഇതേ കാലഘട്ടത്തിലായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരക എന്ന മഹത്തായ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. എല്ലാം സമ്പൂർണമായിരുന്നു.
പ്രിയപ്പെട്ട ഭാര്യമാർ കൂടെയുണ്ട്, ഭക്തജനങ്ങൾ ചുറ്റുമുണ്ട്, സമ്പത്തും ധർമ്മവും സന്തോഷവും നിറഞ്ഞ ഒരു രാജ്യം. ഒരു സമയം നാരായണ 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 എന്ന മധുരമായ നാരായണ നാമജപത്തോടെ നാരദ മഹർഷി അവിടെ എത്തി. പതിവ് പോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വീകരിച്ചു. എന്നാൽ നാരദൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. കണ്ണന്റെ മുഖം വാടിയിരിക്കുന്നു. എപ്പോഴും ചിരിച്ച് പ്രസന്നമായിരിക്കുന്ന ഭഗവാൻ, ആ ഭഗവാന്റെ മുഖാരവിന്ദം വാടിയതിന് കാരണമെന്തേ? നാരദർ മൃദുവായി ചോദിച്ചു. പ്രഭോ, ലോകം മുഴുവൻ സ്വന്തം ദുഃഖങ്ങൾ മാറ്റാൻ അങ്ങയെ ആശ്രയിക്കുന്നു. എന്നാൽ ഇന്ന് അങ്ങയുടെ മനസ്സിൽ ഏതോ ഒരു വേദന ഒളിഞ്ഞിരിക്കുന്നത് പോലെ അടിയന് തോന്നുന്നുണ്ടല്ലോ. കണ്ണൻ മെല്ലെ പുഞ്ചിരിച്ചു. ശേഷം ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. നാരദ മഹർഷി, എനിക്ക് എൻ്റെ മാതാപിതാക്കളെ വളരെ ഓർമ്മ വരുന്നു. മധുരയിലേക്ക് വന്നപ്പോൾ നന്ദബാബയെയും യശോദമ്മയെയും ഞാൻ വൃന്ദാവനത്തിൽ വിട്ടുപോന്നു. അവരെ ഒരു പുത്രൻ എന്ന നിലയ്ക്ക് സേവിക്കാൻ എനിക്ക് അവസരം ലഭിച്ചില്ല. ഇവിടെ ദ്വാരകയിൽ എൻ്റെ സ്വന്തം മാതാപിതാക്കളായ വസുദേവരും ദേവകിയമ്മയും എൻ്റെ ഒപ്പമുണ്ട്. എന്നാൽ ഒരു രാജാവെന്ന നിലയിലെ ഉത്തരവാദിത്വങ്ങൾ കാരണം അവരെയും നേരിട്ട് സേവിക്കാൻ എനിക്ക് അവസരം ലഭിക്കുന്നില്ല. ചിലപ്പോൾ ഒരു മകൻ മാത്രമായി ജീവിക്കാനാണ് എൻ്റെ മനസ്സ് കൊതിക്കുന്നത്. ഈ വാക്കുകൾ കേട്ടപ്പോൾ നാരദ മഹർഷി നിശബ്ദനായി. സാക്ഷാത് ഭഗവാൻ പോലും തൻ്റെ മാതാപിതാക്കളോട് കൃതജ്ഞത പ്രകടിപ്പിക്കാനും അവരെ സേവിക്കാനും ആഗ്രഹിക്കുന്നു. ആശ്ചര്യം. യദ്യദാചരതി ശ്രേഷ്ഠഃ തത്തദേവേദരോചനഃ സ യത്പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ എന്നാണല്ലോ ഭഗവാന്റെ ഗീതാവചനം. ശ്രേഷ്ഠനായ ഭഗവാൻ മാതൃപിതൃസേവ എന്ന ഉന്നതമായ ഈ ധർമ്മം ലോകക്ഷേമത്തിനായി ആചരിച്ചു കാണിക്കാൻ ഇച്ഛിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം അറിഞ്ഞ് നാരദർ ചോദിച്ചു. പ്രഭോ, അങ്ങയുടെ മനസ്സിന് സന്തോഷം ലഭിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കണ്ണൻ പറഞ്ഞു, എനിക്ക് ആഗ്രഹിക്കുന്നത്ര എൻ്റെ മാതാപിതാക്കളെ സേവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കുറഞ്ഞത് മാതാപിതാക്കളെ പൂർണ്ണഭക്തിയോടെ സേവിക്കുന്ന ഒരു ഭക്തനെ എങ്കിലും എനിക്ക് കാണിച്ചു തരൂ. അങ്ങനെ ഒരാളെ കണ്ടാൽ എൻ്റെ ഹൃദയത്തിന് ആശ്വാസമാകും. ത്രിലോക സഞ്ചാരിയായ നാരദ മഹർഷി പുഞ്ചിരിച്ചു. അങ്ങ് അന്വേഷിക്കുന്ന അത്തരം ഒരു ഭക്തൻ ഉണ്ട് പ്രഭോ. ഭാരതത്തിന്റെ തെക്കൻ ദേശത്ത് പുണ്ടരീകൻ എന്നൊരു യുവാവ് ജീവിക്കുന്നുണ്ട്. ശേഷം പുണ്ടരീകന്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യവും അദ്ദേഹം വിശദമായി വിവരിച്ചു. എല്ലാം കേട്ടുകൊണ്ടിരുന്ന കൃഷ്ണന്റെ മുഖം മനോഹരമായ ഒരു പുഞ്ചിരിയാൽ പ്രകാശിച്ചു. കണ്ണൻ ഉത്സാഹത്തോടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇത് തന്നെയാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ച ഭക്തി. എനിക്ക് പുണ്ടരീകനെ ഇപ്പോൾ തന്നെ കാണണമെന്ന് തോന്നുന്നു. ഒരു നിമിഷം പോലും വൈകാതെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ നിന്ന് പുറപ്പെട്ടു. ഭഗവാൻ ഒരു ഭക്തനെ കാണാൻ ചെല്ലുകയാണെന്ന് അറിഞ്ഞ് രുക്മിണി ദേവിയും സത്യഭാമാദേവിയും കൃഷ്ണഹൃദയത്തിൽ നിത്യം വസിക്കുന്ന രാധാറാണിയും ദിവ്യ പരിവാരങ്ങളും കൂടെ പുറപ്പെട്ടു. അവരുടെ ലക്ഷ്യം ചന്ദ്രഭാഗാ നദിയുടെ തീരത്തുള്ള പുണ്ടരീകന്റെ ആ ചെറിയ കുടിൽ. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ നാഥൻ, ദേവന്മാർ പോലും ദർശനത്തിനായി കാത്തിരിക്കുന്ന പരമാത്മാവ്, ഇപ്പോൾ ഒരു സാധാരണ ഭക്തൻ, അതും കൃഷ്ണഭക്തനല്ല, പിതൃഭക്തൻ. ആ ഭക്തന്റെ ചെറിയ കുടിലിലേക്ക് നടന്നു വരികയാണ്. അവനെ പരീക്ഷിക്കാനല്ല, അനുഗ്രഹിക്കാനുമല്ല, അവനെ ഒന്ന് കാണണമെന്ന ആഗ്രഹം കൊണ്ട് മാത്രം. ഇതാണ് ആത്മാർത്ഥമായ ഭക്തിയുടെ ശക്തി, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അപാരമായ കാരുണ്യത്തിന്റെ പ്രതീകം. അങ്ങനെ ശ്രീകൃഷ്ണൻ ആ കുടിലിന്റെ മുന്നിലെത്തി. മൃദുസ്വരത്തിൽ വിളിച്ചു, പുണ്ടരീകാ, പുണ്ടരീകാ, ഒന്ന് പുറത്തേക്ക് വരൂ. അപ്പോൾ കുടിലിനുള്ളിൽ പുണ്ടരീകൻ തന്റെ മാതാപിതാക്കളുടെ പാദങ്ങൾ സ്നേഹത്തോടെ തിരുമ്മിക്കൊണ്ടിരിക്കുകയായിരുന്നു അത്രേ. ഭഗവാന്റെ ശബ്ദം അവൻ കേട്ടു. എന്നാൽ ആ സേവനം പാതി വഴിയിൽ നിർത്താൻ അവൻ തയ്യാറായില്ല. വളരെ വിനയത്തോടെ അവൻ മറുപടി പറഞ്ഞു, ആരായാലും ക്ഷമിക്കണം. ഈ സമയം ഞാൻ എൻ്റെ മാതാപിതാക്കളെ സേവിക്കുകയാണ്.
അല്പസമയം കാത്തിരിക്കാമോ? സാക്ഷാൽ ഭഗവാൻ സ്വന്തം വീട്ടുവാതിൽക്കൽ നിൽക്കുന്നു. എന്നിട്ടും പുണ്ടലീകൻ അതാരാണെന്ന് നോക്കാൻ പോലും ശ്രമിച്ചില്ല. കാരണം പുണ്ടലീകന്റെ നിഷ്ഠ. പുണ്ടരീകന് മാതാപിതാക്കളെ സേവ ചെയ്യുന്നതാണ് ഭഗവാനെ സേവിക്കുന്നത്. പെട്ടെന്ന് അവൻ ചുറ്റും നോക്കി. നദീതീരമായതിനാൽ പുറത്തു മുഴുവൻ ചെളിയായിരുന്നു. ഇത് ചെറിയ കുടിലായതുകൊണ്ടാണ് ഭഗവാൻ ഉള്ളിൽ കയറാൻ പോലും സ്ഥലമില്ല, വെളിയിൽ നിൽക്കേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് വെളിയിൽ നിൽക്കുന്ന തൻ്റെ അതിഥിക്ക് ആ ചെളിയിൽ നിൽക്കേണ്ടി വരുന്നത് കണ്ട് അവൻ ചിന്തിച്ചു. അടുത്ത് കിടന്നിരുന്ന് കുറച്ച് ഇഷ്ടിക കല്ലുകൾ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു കൊടുത്തു. ദയവായി ഈ ഇഷ്ടികയുടെ മുകളിൽ നിൽക്കൂ. എൻ്റെ മാതാപിതാക്കളുടെ സേവനം പൂർത്തിയാക്കിയ ഉടനെ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരാം. കൃഷ്ണൻ പുഞ്ചിരിച്ചു. കാരണം കണ്ണൻ കാണാൻ വന്നത് ഇത് തന്നെയായിരുന്നു. ഭഗവാൻ ആ ഇഷ്ടികയുടെ മുകളിൽ കയറി നിന്നു. ആ ചെറിയ ഇഷ്ടിക പുറത്ത് തുലനം തെറ്റാതിരിക്കാൻ കണ്ണൻ തൻ്റെ 2 കൈകളും അരയിൽ വെച്ചു. പുണ്ടലീകനെ കാത്തു നിന്നു. ഗൃഹത്തിനുള്ളിൽ പുണ്ടലീകൻ ചെയ്യുന്ന സേവകളൊക്കെ തൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് ആനന്ദിക്കുകയായിരുന്നു ഭഗവാൻ. ഭഗവാനെ അനുകരിക്കുന്നത് പോൽ രുക്മിണിയും ഭാമയും രാധയും അതുപോലെ തന്നെ അരയിൽ കൈവച്ച് നിന്നു. ആനന്ദത്തോടെ വൈകുണ്ഠനാഥൻ സ്വന്തം ഭക്തന്റെ വീട്ടുവാതിൽക്കൽ അവനെ കാത്തു നിൽക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞു. പുണ്ടലീകൻ മാതാപിതാക്കൾക്കുള്ള എല്ലാ സേവനങ്ങളും പൂർത്തിയാക്കി അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷം കൈ കഴുകി പുറത്തേക്ക് വന്നു. പുറത്തിറങ്ങിയ നിമിഷം അവൻ നിശ്ചലനായി. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ സർവേശ്വരനായ ശ്രീകൃഷ്ണനായിരുന്നു. ആ കാഴ്ച കണ്ട പുണ്ടലീകൻ ഒരു നിമിഷം പോലും വൈകാതെ ദണ്ഡനമസ്കാരം ചെയ്തു. ഭഗവാന്റെ തിരുവടികളിൽ വീണ് കരഞ്ഞു. കൃഷ്ണ, എന്നോട് ക്ഷമിക്കണം. അങ്ങാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങയെ കാത്തു നിർത്തുമായിരുന്നില്ല. ശ്രീകൃഷ്ണൻ സ്നേഹത്തോടെ അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ്റെ കണ്ണുനീർ തുടച്ചു മാറ്റി അവനെ നെഞ്ചോട് ചേർത്ത് ആലിംഗനം ചെയ്തു. എത്ര മനോഹരമായ ദൃശ്യമല്ലേ! സർവലോകനായകൻ സ്വന്തം ഭക്തനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പുണ്ടരീക, നീ എന്തിനാണ് എന്നോട് ക്ഷമ ചോദിക്കുന്നത്? നീ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇന്ന് നീ എനിക്ക് അളവറ്റ സന്തോഷമാണ് നൽകിയിരിക്കുന്നത്. നീ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് എന്നെ സ്വീകരിക്കാൻ ഓടിയെത്തിയിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമുണ്ടാകുമായിരുന്നില്ല. പക്ഷേ ആദ്യം നീ നിന്റെ സേവനം പൂർത്തിയാക്കി. അതുതന്നെയാണ് യഥാർത്ഥ ഭക്തി. അതുതന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരാധന. ശേഷം ഭഗവാൻ പറഞ്ഞു, ഞാൻ നിന്റെ മാതൃപിതൃഭക്തിയിൽ അധികം പ്രസന്നനാണ്. അതുകൊണ്ട് ഇഷ്ടമുള്ള വരം ചോദിക്കൂ. പുണ്ടലീകൻ കൈകൂപ്പി നിന്നു. പ്രഭോ, ഈ ദാസന് അങ്ങയുടെ സാക്ഷാൽ ദർശനം ലഭിച്ചതിൽ പരം വേറെ എന്തു വരമാണ് വേണ്ടത്? പക്ഷേ ശ്രീകൃഷ്ണൻ വീണ്ടും 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 പറഞ്ഞു, നീ ഒരു വരം ചോദിച്ചേ തീരൂ. അപ്പോൾ പുണ്ടലീകൻ വിനയത്തോടെ പറഞ്ഞു, അങ്ങ് ശരിക്കും എന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ രൂപത്തിൽ ഇവിടെ തന്നെ എന്നും നിലകൊള്ളണം. ഞാൻ എൻ്റെ മാതാപിതാക്കളെ സേവിച്ച ശേഷം അങ്ങയെയും വന്ന് സേവിക്കണം. ഭാവിയിൽ ഈ പുണ്യസ്ഥലത്ത് വരുന്ന എല്ലാ ഭക്തർക്കും ഒരു ശാശ്വത സത്യം മനസ്സിലാകട്ടെ. മാതാപിതാക്കളെ ആത്മാർത്ഥമായി സേവിക്കുന്നവൻ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് ലോകം അറിയട്ടെ എന്നിങ്ങനെ പുണ്ടലീകന്റെ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീകൃഷ്ണൻ മന്ദഹസിച്ചു. ഭക്തന്റെ അഭ്യർത്ഥന ഭഗവാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പോൾ അവിടെ ഒരു അതിശയം നടന്നു. ഭഗവാന്റെ തിരുവുടലിൽ നിന്നും ഒരു മഹത്തായ പ്രകാശം, ഒരു ദിവ്യ വിഗ്രഹം ഭഗവാന്റെ ഹൃദയത്തിൽ നിന്നും പുറത്തു വന്നു. അതുപോലെ തന്നെ രാധ, രുക്മിണി, ഭാമ എന്നിവരുടെയും വിഗ്രഹങ്ങൾ പുറത്ത് പ്രത്യക്ഷപ്പെട്ടു. ആ വിഗ്രഹങ്ങൾ ഭഗവാൻ ഏതൊരു കോലത്തിലാണോ നിൽക്കുന്നത് അതേപോലെ അതേ ഒരു രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. വിട്ട് എന്നാൽ ചെങ്കൽ എന്നർത്ഥം. ഠൽ എന്നാൽ അതിൻ്റെ മേലെ നിൽക്കുന്നവൻ എന്നർത്ഥം. വിഠൽ എന്നാൽ ചെങ്കല്ലിൻ്റെ മേലെ നിൽക്കുന്ന സ്വാമി എന്നർത്ഥം. പാണ്ഡുരംഗൻ എന്ന പദത്തിന് ആദിശങ്കരാചാര്യർ പറയുന്നു അപരോക്ഷാനന്ദാനുഭൂതി തരുന്ന ഭഗവാൻ എന്നർത്ഥം. അങ്ങനെ ആ ഇഷ്ടികയുടെ മുകളിൽ 2 കൈകളും അരയിൽ വെച്ച് ഭഗവാൻ പാണ്ഡുരംഗൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ദിവ്യ വിഗ്രഹരൂപത്തിൽ എന്നും നിലകൊണ്ടു. പ്രേമത്തോടെ വരുന്ന ഓരോ ഭക്തനെയും അനുഗ്രഹിച്ചുകൊണ്ട് കാത്തു നിൽക്കാൻ തുടങ്ങി. ആ ദിവ്യസ്വരൂപമാണ് ശ്രീ പാണ്ഡുരംഗ വിഠലൻ. ഇന്നും എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും
അതേ പുഞ്ചിരിയോടെ, അതേ നിലയിൽ, അതേ കരുണയോടെ ഭഗവാൻ ഇവിടെ നിൽക്കുന്നു, തൻ്റെ ആത്മാർത്ഥ ഭക്തർക്ക് ദർശനം നൽകാനായി. അതുകൊണ്ട് തന്നെയാണ് പണ്ഡരീപുരം മറ്റൊരു ക്ഷേത്രത്തെയും പോലെയല്ലാത്തത്. ഇവിടെ ഭഗവാൻ അകന്നു നിൽക്കുന്ന ഒരു ദൈവമല്ല, നമ്മുടെ സ്വന്തം വീട്ടിലെ ഒരാൾ എന്ന പോലെ ഗർഭഗൃഹത്തിനുള്ളിൽ ജാതി ലിംഗ മതഭേദമന്യേ ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം. ആ തിരുവടികൾ സ്പർശിക്കാം, ആ തിരുവടികളിൽ തലചായ്ക്കാം, കണ്ണുനീർ പൊഴിക്കാം, പാടാം, എൻ്റെ വിഠ്ഠലാ എന്ന് ഹൃദയം തുറന്ന് വിളിക്കാം. 13 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ആ തിരുസന്നിധിയിൽ നിന്നപ്പോൾ ഇതേ പാണ്ഡുരംഗന്റെ തിരുവടികളിൽ തലചായ്ച്ചു വെച്ച ആ നിമിഷത്തിൽ ഒരു കാര്യം എനിക്ക് വ്യക്തമായി. ഞാനല്ല പാണ്ഡുരംഗനെ കാണാൻ തിരികെ വന്നത്, ഭഗവാനാണ് വീണ്ടും എന്നെ വിളിച്ചു വരുത്തിയതെന്ന്. കാരണം ഒരിക്കൽ പാണ്ഡുരംഗൻ നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിച്ചാൽ പിന്നീട് ജാരചോര ശിഖാമണിയായ വിഠ്ഠലൻ നമ്മെ ഒരിക്കലും വിട്ടുപോകില്ല. ഇന്നും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പുണ്ഡലീകന് വേണ്ടി നിന്ന അതേ നിലയിൽ വിഠ്ഠലൻ നിൽക്കുന്നു. ക്ഷേത്രത്തിനുള്ളിൽ മാത്രമല്ല, സ്നേഹത്തോടെ വിളിക്കുന്ന ഓരോ ഹൃദയത്തിനുള്ളിലും. പാണ്ഡുരംഗന്റെ കഥ അനന്തമാണ്. ഒരൊറ്റ വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത്. കരയില്ലാത്ത ഒരു മഹാസമുദ്രമാണ്. എത്ര ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നുവോ അത്രയും കൂടുതൽ വിഠ്ഠലൻ നമ്മെ അതിശയപ്പെടുത്തും. അത്ര മഹാനാണ് നമ്മുടെ പാണ്ഡുരംഗൻ, നമ്മുടെ സ്വാമി. എന്നിരുന്നാലും ഇന്ന് പാണ്ഡുരംഗന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഈ മനോഹരമായ കഥ നിങ്ങളുമായി പങ്കുവെക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. നിങ്ങളും പണ്ഡരീപുരം വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെന്ത് അനുഭവങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? എല്ലാം ഞാനുമായി കമൻറ്റ് സെക്ഷനിൽ പങ്കുവെക്കൂ. വൃന്ദാവനത്തിൻ്റെയും പണ്ഡരീപുരത്തിൻ്റെയും ഈ ദിവ്യചരിതങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കൂ. അതെനിക്ക് ഇനിയും ഇതുപോലെ ഭഗവത് കഥകൾ അടങ്ങിയ വീഡിയോകൾ ഉണ്ടാക്കാൻ ഉത്സാഹിപ്പിക്കും. ഇനിയും കൂടുതൽ ഭഗവാനെ പറ്റി പറയാനും അനുഭവിക്കാനും പാടാനും എന്നെ അനുഗ്രഹിക്കുക. ബോല കുണ്ടലീ കമരദേ ഹരി വിഠാല ജ്ഞാനദേവ തുകാരാം पंढरीनाथ महाराज की जय।